പക്ഷെ പിള്ളേ, ആ റിച്ചാർഡ്സിന്റെ ബില്ല് പെൻഡിങ് കാണുന്നുണ്ടല്ലോ. സാർ അത് നാളെ തന്നെ പ്രസന്റ് ചെയ്യാം. ഗ്രീൻലീസ് ബാങ്കിലേക്കുള്ളതാണ്. അടുത്ത മാസത്തിൽ അക്കൗണ്ട് വരുത്താമെന്ന് കരുതി. യെസ്, പ്രശാന്തൻ ഹിയർ. എന്താ മൃദുലേ? കഴിയുന്ന നേരത്തെ വരാമെന്നേ. സമ്മതിച്ചടോ. ഇപ്പഴെങ്ങനെയാ മോളെ അങ്ങോട്ട് വരിക? എനിക്ക് ഫയലൊക്കെ നോക്കണ്ടേ? ഫയലും കൊണ്ട് അങ്ങോട്ട് വരാനോ? അതെങ്ങനെയാ മോളെ ശരിയാകുക? ബെഡ്റൂമിൽ വെച്ച് നിനക്ക് പകരം ഫയൽ കൈകാര്യം ചെയ്താൽ മതിയോ? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്തോന്നാണ് നീ കാണിക്കുന്നത്? ഇതൊരു ഓഫീസല്ലേ, വൃത്തിയോട് കാണിക്കുന്നത്. ഞാനല്ല, അദ്ദേഹം. ഹായ്, മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ നീ പരിഭവിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി. എന്നോടൊന്നും മിണ്ടണ്ട. അയ്യോ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല സാറേ. ഞാൻ ആത്മഹത്യ നടത്തിയല്ലേ. ഇന്ന് സിനിമയ്ക്ക് പോകുന്ന കാര്യം ശാന്തട്ട് മറന്നില്ലേ? ഞാൻ മറന്നതല്ല മോളെ. ഇന്നലെ നീ ആവശ്യപ്പെട്ട സാധനം എന്റെ കയ്യിൽ കിട്ടിയപ്പോ സ്വല്പം ലേറ്റായി. സാക്ഷാൽ കോഴിക്കോടൻ ഹൽവ. മുഹമ്മദ് പിച്ചിരുന്നതിന് ഏത്തവിടാങ്കിൽ തരാം. ഓ, എനിക്കെങ്ങും വേണ്ട. നിനക്ക് വേണ്ടല്ലോ? വേണ്ട. ഒരു പാവം ഗർഭിണിയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി ആളയച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അവിടെ ഒരു ഗമ. എനിക്ക് വേണ്ട, തന്നെ തന്നെ കഴിച്ചാ മതി. അതിന് ഗർഭം എനിക്കല്ലല്ലോ. എന്നാ നിന്നെ കൊണ്ടൊന്ന് കഴിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ? എന്റെ വയറിടിച്ചു. അമ്മേ, അയ്യോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഡോക്ടർ, മൃദുലയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ ഫലോപ്യൻ ട്യൂബിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും മൃദുല ഗർഭം ധരിക്കാതെ സൂക്ഷിക്കണം. ഗർഭം ധരിച്ചാൽ അപകട സാധ്യത ഉണ്ട്. ഡോക്ടർ, ഞാൻ 3 ദിവസമായി ഒരേ ഇരിപ്പല്ലേ. ഒന്ന് പോയി കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വാ. മോനെ, ഇതൊക്കെ സാധാരണയാ. ഇതിൽ ഇത്ര സങ്കടപ്പെടാനൊന്നുമില്ല. ആ കുഞ്ഞ് നമുക്ക് വിധിച്ചതല്ലെന്ന് കരുതിയാ മതി. നിന്റെ അച്ഛന് പറഞ്ഞോ? അച്ഛൻ കൽക്കട്ടയിലാണ്. ഞാൻ വിവരം അറിയിച്ചില്ല. മോൻ വീട്ടിൽ പോയി ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിട്ട് വാ. പോയിട്ട് വരൂ ശാന്തേട്ട. ഇവിടെ ഇപ്പോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. എപ്പോഴും നീ പടങ്ങളിൽ നോക്കണം. എന്തിനാ ചേട്ടാ? എന്നാലേ ഇതുപോലെ സുന്ദര കുട്ടിനെ പ്രസവിക്കാൻ പറ്റും. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മനസ്സിൽ ഒരു രൂപം സ്ഥിരമായിട്ടുണ്ട്. ആരുടേതാ? അവതവച്ചന്റെ ആണോ?
ഒരു ബച്ചന്റെ അല്ല, എന്റെ ശാന്തേട്ടന്റെ. എനിക്കത് മതി. സാർ അവിടെ വെച്ചേക്കും. ഓ ഏപ്പാ, എന്തോ? ഈ ഫോട്ടോകളെല്ലാം ഇവിടെ നിർത്ത് മാറ്റിയേക്കും. സാർ, ഫോട്ടോ എല്ലാം താഴ്ത്തിറക്കി. ആ അല്ല സാർ, ഇത് എവിടെ വെക്കണം? ആ സ്റ്റോർ റൂമിൽ വെച്ചേക്കും. ഓ, ഏപ്പാ, എന്തോ? നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ എല്ലാം ഫോട്ടോ വാങ്ങി അവിടെ വെച്ചേക്കും. ഇതെന്താ ശാന്തേട്ടാ, എന്തിനാ ആ ഫോട്ടോകളെല്ലാം മാറ്റിയത്? ഒന്നുമില്ല, ഇതാണ് നല്ലതെന്ന് തോന്നി. എന്നാലും ദൈവങ്ങളുടെ ഫോട്ടോ ബെഡ്റൂമിൽ വെക്കുന്നത് ശരിയല്ല കേട്ടോ. ദൈവങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ നമുക്ക് കഴിയില്ല മോളെ. ഡോക്ടർ വന്നിട്ടുണ്ട്, മോൾ ഇവിടെ ഇരിക്കും, സ്റ്റെപ്സ് ഇറങ്ങണ്ട. ഡോക്ടർ തന്നെ ഈ കാര്യം മൃദുലയോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ വിളിപ്പിച്ചത്. ഓഫ് കോഴ്സ്. ഒരു കാര്യം കൂടി ഡോക്ടർ കേൾക്കണം. ഇത് മറ്റാരും അറിയരുത്. എന്റെ അച്ഛൻ അറിഞ്ഞ കുഴപ്പമാണ്. കുടുംബത്തിനൊരു അവകാശം ലഭിക്കാൻ വേണ്ടി മറ്റൊരു വിവാഹത്തിന് അച്ഛൻ എന്നെ നിർബന്ധിക്കും. എന്റെ മൃദുലയെ പിരിയാൻ എനിക്കൊരിക്കലും കഴിയില്ല ഡോക്ടർ. ഓക്കെ. മിസ്റ്റർ പ്രശാന്തൻ, ഞാൻ മൃദുലോട് സംസാരിച്ചു. അവൾ അല്പം അപ്സെറ്റാണ്. നിങ്ങൾ സമാധാനിപ്പിക്കണം. ആ, മാസം തോറും ആ ടാബ്ലറ്റ്സ് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കൂടെ കൂടെ വന്ന് നോക്കിക്കോളാം. താങ്ക് യു ഡോക്ടർ. കരയാതിരിക്കൂ. ഇത് നമ്മുടെ വിധിയാണ്. ഞാനൊരു അമ്മയാകാൻ കഴിയാത്ത പാവിയല്ല ചേട്ടാ. നിങ്ങൾ എല്ലാവരും എന്നെ വെറുക്കില്ലേ? നിന്നെ ആരും വെറുക്കില്ല. ഇതാരും അറിയാനും പോകുന്നില്ല. ശാന്തേട്ടനോ? എന്റെ മോളെ, നിന്നെ ഞാൻ വെറുക്കാനോ?